ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ താരം സൈൻ ചെയ്യാൻ പോകുന്ന റൂമർ കുറച്ച് ദിവസങ്ങളായി പരക്കുന്നുണ്ട്. അതായത് മൊണ്ടേഗ്രൂ താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന്. അതായത് നിക്കോളാസ് സിപ്സിച്ച് എന്ന ഒരു മൊണ്ടേഗ്രൂ ഡിഫൻഡറെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ഫുഡ് ഗ്ലോബാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഫുഡ് ഗ്ലോബ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ട്രസ്റ്റബിൾ ആയ ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇത് പുറത്തുവിടാറുള്ളത്. അപ്പോൾ നിലവിൽ ഇവർ കൂടി പുറത്തുവിട്ടപ്പോൾ മാത്രമാണ് ഞാൻ ഈ കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ മൊണ്ടേഗ്രൂവിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ഒരു താരം സ്വന്തമാക്കാൻ പോകുന്നു എന്ന് പല പ്രമുഖ മാധ്യമങ്ങളും ഇന്ത്യക്ക് പുറത്തുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്രോളം വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിലുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്നാൽ നമ്മൾ ഇതിലിപ്പോൾ 50-50 ചാൻസ് കൊടുത്തിരിക്കുകയാണ്. കാരണം നിലവിൽ മൊണ്ടേഗ്രൂ താരമാണ് മിലോസ് പ്രിൻസിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് പരിചയക്കാരനായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹമായ ഒരു കോപ്പ സൃഷ്ടിക്കാൻ കഴിയുന്നൊരു താരമായിരിക്കാം, പ്ലേയിങ് സ്റ്റൈൽ ഒരുപോലുള്ള താരമായിരിക്കാം. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ താരം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി ചർച്ച നടത്തുന്ന ഒരു ട്രസ്റ്റബിൾ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. എന്നാലും ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇത് ഫുഡ് ഗ്ലോബ് പോലൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ്. അതുപോലെ ഈ താരം സ്വന്തമാക്കാൻ മുംബൈ സിറ്റി FC നിലവിൽ രംഗത്തുണ്ട് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യത്തെ ടോപ്പ് ടയർ ലീഗ് ക്ലബിന് വേണ്ടിയാണ് ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ നല്ലൊരു ഗുണം ചെയ്യുന്ന താരം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഗുണം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മറ്റൊരു മൊണ്ടേഗ്രൂ ഡിഫൻഡർ വരുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് മാത്രം പോകുക. അടുത്ത ഡേ വീണ്ടും കാണാം.